ഹായ് ഫ്രണ്ട്സ്, ഞാൻ മാർട്ടിൻ മരണമാ സിനിമ കണ്ടിട്ട് വരികയാണ്. അപ്പോൾ ഈ സിനിമയെക്കുറിച്ചുള്ള എൻ്റെ അഭിപ്രായത്തിലേക്ക് കടക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ കഥ എഴുതിയിരിക്കുന്നത് സിജു സണ്ണിയാണ്. കക്ഷി വാഴ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. അതേപോലെ ഈ സിനിമയിലും ബസ് കണ്ടക്ടറിൻ്റെ റോള് കക്ഷിയാണ് ചെയ്തിരിക്കുന്നത്. നന്നായി അഭിനയിച്ചിട്ടുണ്ട്. അപ്പോൾ സിജു തന്നെയാണ് ഈ സിനിമയ്ക്ക് തിരക്കഥയും ഒരുക്കിയിരിക്കുന്നത്. സിജു മാത്രമല്ല, ഈ സിനിമയുടെ ഡയറക്ടർ കൂടിയായ ശിവപ്രസാദും ചേർന്നാണ്. അപ്പോൾ എന്തായാലും സിജുവിന് നല്ല ഹ്യൂമർ സെൻസ് ഉണ്ട് എന്ന് ഈ സിനിമ കണ്ടപ്പോൾ മനസ്സിലായി. കക്ഷിക്ക് ഇങ്ങനെ കോമഡിയുള്ള കഥ എഴുതി നമ്മളെ ഇത്രയധികം ചിരിപ്പിക്കാൻ കഴിയുമെന്ന് ഈ സിനിമയിലൂടെ തെളിയിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇതുപോലെയുള്ള കോമഡി കഥകളും അല്ലാത്ത കഥകളും എഴുതാൻ കഴിയട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു, അതേപോലെ ആശംസിക്കുന്നു. അപ്പോൾ ഈ സിനിമയിലൂടെ ഇത്രയധികം ചിരിപ്പിക്കാൻ സിജുവിന് കഴിഞ്ഞതിൽ അഭിനന്ദിക്കുകയും ചെയ്യുന്നു. സിനിമയ്ക്ക് പേര് മരണമാസ് എന്ന് കൊടുത്തിരിക്കുന്നു. അതോടൊപ്പം മരണമാസ് കോമഡി എന്നുകൂടി ചേർക്കാമായിരുന്നു. കാരണം അത്രയധികം കോമഡികൾ ഈ സിനിമയിൽ അവർ നമുക്കായിട്ട് ഒരുക്കിയിട്ടുണ്ട്. ഈ സിനിമയിൽ സ്ക്രീനിൽ കാണുന്ന ഘടകങ്ങളൊക്കെ തന്നെ ഇവർ കോമഡിക്കായിട്ട് ഉപയോഗിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ, ഒരു ബസ് പോയിക്കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് അവിടെ അപകട വളവ് എന്നൊരു ബോർഡ് കാണിക്കുകയാണ്. അതിനുശേഷം വരുന്ന കാര്യങ്ങളൊക്കെ അപകടം പിടിച്ചതാണ്. അപ്പോൾ ആ ഒരു എഴുത്തിലൂടെ അവർ നമ്മളെ ചിരിപ്പിക്കാൻ ശ്രമിച്ചിരിക്കുകയാണ്. ചിരി വരുന്നുമുണ്ട്. അതേപോലെ ബേസിൽ ജോസഫിൻ്റെ ആ ടീഷർട്ടിൽ ഓരോ സിറ്റുവേഷൻ അനുസരിച്ച് ഓരോ കാര്യങ്ങൾ അവർ എഴുതി കാണിക്കുകയാണ്. അതായത് പ്രിൻ്റഡ് ആയിട്ട് ഉള്ള പോലെ കാണിക്കുകയാണ്. അത് ആ സിറ്റുവേഷന് നമ്മളെ ചിരിപ്പിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ്. അതേപോലെ ബസ്സിൽ ഷട്ടറിൽ പെട്ടെന്ന് ആ ഷട്ടർ താഴുമ്പോൾ അവിടെ കൊല്ലാം പക്ഷെ തോൽപ്പിക്കാനാവില്ല എന്ന് ഒരു ഡയലോഗ്. അത് ശരിക്കും എന്താണ്, വളരെ സീരിയസ് ആയ ഒരു മാറ്ററാണല്ലോ. പക്ഷേ ഈ സിനിമയിൽ ആ ഒരു സിറ്റുവേഷനിൽ നമുക്ക് ചിരിയാണ് വരുന്നത്. അപ്പോൾ അതേപോലെ പെപ്പറിൻ്റെ സ്പ്രേ, അതുപോലെ കുറേ സംഭവങ്ങൾ ഞാൻ പറയുന്നില്ല, കുറേ സംഭവങ്ങൾ ഈ സിനിമയിൽ കുറേ ഘടകങ്ങളെ ഇവർ ചിരിപ്പിക്കാൻ വേണ്ടി ഉപയോഗിച്ചിട്ടുണ്ട്. ആ കാര്യത്തിൽ ഇവർ നന്നായിട്ട് വിജയിച്ചിട്ടുമുണ്ട്. ഇതിൽ രാജേഷ് മാധവൻ നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. കക്ഷിക്ക് ചിരിപ്പിക്കാൻ മാത്രമല്ല, വളരെ സീരിയസ് ആയ കാര്യങ്ങളും ചെയ്യാനുണ്ട്. രണ്ടും കൂടി കക്ഷി നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. അതേപോലെ സുരേഷ് കൃഷ്ണ, കാലങ്ങളായിട്ട് വില്ലനായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്ന ആ ഒരു കഥാപാത്രം ചെയ്യുന്ന സുരേഷ് കൃഷ്ണയ്ക്ക് ഈ സിനിമയിൽ ഫുള്ള് കോമഡിയിൽ ഇറക്കിയിരിക്കുകയാണ്. നന്നായിട്ട് കക്ഷി കോമഡി ചെയ്തിട്ടുണ്ട്. അതേപോലെ ബാബു ആൻ്റണി ചേട്ടനും ഫുൾ കോമഡി തന്നെയാണ് ഈ സിനിമയിൽ. പിന്നെ ജോമോൻ ജ്യോതിർ ആൻഡ് പൂജ മോഹൻദാസ്, ഇവർക്ക് രണ്ടുപേർക്കും ചിരിപ്പിക്കാൻ കുറച്ച് പ്രയാസമുണ്ട് കേട്ടോ. കാരണം ഇവരുടെ ആ വായിൽ ഒരു സംഗതി പിടിപ്പിച്ചിട്ടുണ്ട്. അത് പിടിച്ച് അതിങ്ങനെ തൂങ്ങി നിന്നുകൊണ്ട് വളരെ അത് വെച്ചുകൊണ്ട് സംസാരിക്കുമ്പോൾ നല്ല പണിയാണ് ഡയലോഗ് പറയാനൊക്കെ. അപ്പോൾ അത് വെച്ചുകൊണ്ട് ഇവരത് പറയുമ്പോൾ ആ കോമഡി നന്നായിട്ട് വർക്കൗട്ടായിട്ടുമുണ്ട്. അതേപോലെ അവർ ആ ഒരു റിസ്ക് കൂടി എടുത്തുകൊണ്ട് നമ്മളെ ചിരിപ്പിച്ചിട്ടുണ്ട്. അവരും നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇടവേള കഴിഞ്ഞതിന് ശേഷം സ്വല്പം ലാഗ് തോന്നുന്നുണ്ട് കേട്ടോ. അതില്ല എന്ന് പറയാൻ പറ്റില്ല. കാരണം ഒരേ മാറ്ററിൽ തന്നെ പിടിച്ചുകൊണ്ട് അങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ അതിലൊരു കാര്യം നടക്കുന്നുമില്ല. പിന്നെ അവിടുന്ന് അങ്ങോട്ട് പതുക്കെ കാര്യങ്ങൾ പോകുന്ന പോലെ ഒരു തോന്നൽ ഉണ്ടാക്കുന്നുണ്ട്. പക്ഷെ എന്നാലും കുഴപ്പമില്ല. അവിടുന്ന് അങ്ങോട്ട് കുറച്ചുകൂടി മുന്നോട്ട് പോകുമ്പോൾ പിന്നെ ഫുൾ കോമഡി തന്നെയാണ്. പിന്നെ ഇതിൽ ഒരു പ്രശസ്ത നടനെ, ഒരു വലിയ ഹീറോയെ ഒരു സീനിന് കാണിക്കുന്നുണ്ട്. പക്ഷെ അങ്ങനെ കാണിക്കണ്ടെന്ന് തോന്നിപ്പോയി. കാരണം അങ്ങേര് അത്രയും വലിയൊരു ആക്ടറാണ്. അപ്പോൾ ഇതിൽ കക്ഷി ഒന്നും ചെയ്യുന്നില്ലെങ്കിലും ഇതിൽ ആളുണ്ട്, ഒരു സീനിനുണ്ട്. അതെന്താണെന്ന് നിങ്ങൾക്ക് കണ്ടു മനസ്സിലാക്കാം, ആരാന്ന് മനസ്സിലാക്കാം. കക്ഷി ഈ സിനിമയുടെ ബാക്ക്ഗ്രൗണ്ടിലും വർക്ക് ചെയ്തിട്ടുണ്ട്, അത്രേ പറയുന്നുള്ളൂ. പക്ഷെ അങ്ങേരെ ആ സീനിന് കാണിക്കുന്നതിന് പകരം വേറെ ആരെങ്കിലും കാണിച്ചാൽ മതിയായിരുന്നു എന്ന് അങ്ങേരുടെ ആ ഒരു സ്റ്റാർഡം കൊണ്ട് എനിക്ക് തോന്നിപ്പോയി. പിന്നെ ഇതിൽ ഉത്തരം കിട്ടാത്ത ചില ചോദ്യങ്ങൾ അവശേഷിക്കുന്നുണ്ടായിരുന്നു. അതായത് ഈ സീരിയൽ കില്ലർ എങ്ങനെ ഇങ്ങനെയായി, അതേപോലെ ഇതിൽ ഒരാളുടെ ഇവിടെ ടാറ്റു കുത്തുന്നുണ്ട്. അതൊക്കെ സിനിമ കണ്ട് മനസ്സിലാക്കാൻ ഞാൻ കൂടുതൽ കാര്യങ്ങളിലേക്ക് ഇറങ്ങുന്നില്ല. അപ്പോൾ ആ ടാറ്റു കുത്തുന്ന ആൾ ഒരു ഡയലോഗ് പറയുന്നുണ്ട്. അപ്പോൾ ഈ ഡയലോഗ് തന്നെയല്ലേ ഇയാൾ മറ്റുള്ളവരോടും പറയുന്നുണ്ടാവുക. അപ്പോൾ ആ കാര്യം തെറ്റല്ലേ എന്ന് തോന്നിയിരുന്നു. അപ്പോൾ അതിനൊക്കെ തന്നെ ഈ സിനിമയുടെ അവസാനമാകുമ്പോഴേക്കും നമുക്ക് ഉത്തരം കിട്ടുന്നുണ്ട്. അതായത് ഉത്തരം കിട്ടാത്ത ഒരു ചോദ്യം ഈ സിനിമയിൽ അവശേഷിക്കുന്നില്ല. നമുക്ക് ആദ്യം അതങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ അവസാനമാകുമ്പോഴേക്കും എല്ലാ കാര്യങ്ങൾക്കും തന്നെ ഈ സിനിമയിൽ പൂർണ്ണത വരുത്തിയിട്ടുണ്ട്. പിന്നെ ഇതിൽ ഒരു ഫോൺ കോളിലൂടെ മാത്രം നമ്മളെ ഈ സിനിമയിലുടനീളം ഇവർ ചിരിപ്പിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്.
അപ്പോൾ ആ കോള് വരുന്നതാകട്ടെ ഒരു യൂട്യൂബറിൽ നിന്നാണ്. അത് ആരാന്നൊന്നും ഞാൻ പറയുന്നില്ല, അത് സസ്പെൻസായി അവിടെ കിടക്കട്ടെ, സിനിമ കാണുമ്പോൾ അറിയാം. അപ്പോൾ ആ യൂട്യൂബർ ഈ സിനിമയിൽ ഒരു സീനിന് പോലും വന്നിട്ടില്ല, അവരിതിൽ അഭിനയിച്ചിട്ടില്ല. പക്ഷേ വോയിസിലൂടെ മാത്രം നമ്മളെ ചിരിപ്പിക്കാൻ ശ്രമിച്ചിരിക്കുകയാണ്. അപ്പോൾ വോയിസ് ആ യൂട്യൂബർ തന്നെ കൊടുത്തതാണോ എന്നറിയില്ല, അല്ല സിനിമയ്ക്ക് വേണ്ടിയിട്ട് ഈ സിനിമക്കാർ തന്നെ ആ വോയിസ് വെച്ചതാണോ എന്നറിയില്ല. എന്തായാലും അത് വർക്കൗട്ട് ആയിട്ടുണ്ട്, ചിരി വരുന്നുണ്ട്. പിന്നെ ഇതിൽ അഭിനയിച്ച ആ പൂവാലം കാരണവർ, ബേസിൽ ജോസഫ്, അനിഷ്മ അനിൽകുമാർ, അങ്ങനെ ഈ സിനിമയിൽ അഭിനയിച്ചിരിക്കുന്ന എല്ലാ കഥാപാത്രങ്ങളും, എന്തിനും ഒരു പട്ടി കൂടി നമ്മളെ ചിരിപ്പിക്കുന്നുണ്ട്. അപ്പോൾ എൻ്റെ അഭിപ്രായത്തിൽ നിങ്ങൾക്ക് ചിരിക്കാൻ വേണ്ടിയിട്ട് ഒരു സിനിമ കാണണം എന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് ഫാമിലിയോടെ പോയിട്ട് ഈ സിനിമയ്ക്ക് ടിക്കറ്റ് എടുത്ത് എൻജോയ് ചെയ്യാൻ കഴിയുന്ന ഒരു മൂവിയാണ് മരണമാസം. ചിരിയല്ലാതെ മറ്റൊരു കാര്യങ്ങളും ഈ സിനിമയിൽ അങ്ങനെ ഇല്ല. അപ്പോൾ ചിരിക്കാൻ വേണ്ടി ടിക്കറ്റ് എടുക്കാം.